ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചമ്മന്തിയാണ്. അത് നെല്ലിക്ക ചമ്മന്തിയാണ്. 2 നെല്ലിക്ക ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരല്പം പുളി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പില അധികം മൂക്കാത്ത ടൈപ്പ് വേണം എടുക്കാനായിട്ട്. പിന്നെ എടുത്തിട്ടുള്ളത് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമുക്ക് ഈ ഉള്ളിയും മുളകും ഇഞ്ചി കറിവേപ്പില നെല്ലിക്ക ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തതിന് ശേഷം ആദ്യം ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഇത് നന്നായിട്ട് ഇതേപോലെ അരച്ചെടുക്കണം. അതിനുശേഷം നമ്മളിതിലേക്ക് തേങ്ങ ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ്. ആദ്യം തന്നെ എല്ലാം കൂടി ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പം നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ ആദ്യം ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയിട്ട് അരച്ചെടുക്കാവുന്നതാണ്. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഉള്ളി, നെല്ലിക്ക ഇതെല്ലാം പച്ചമുളക് ഇതെല്ലാം കൂടി നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞതിന് ശേഷം തേങ്ങയുടെ കൂടെ നന്നായിട്ട് തിരുമ്മിയെടുക്കണം. നന്നായിട്ട് തിരുമ്മിയെടുത്തതിന് ശേഷം നമ്മൾ ഇത് മിക്സിയുടെ ജാറിലിട്ട് അരച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. അതല്ലെങ്കിൽ ആദ്യം തന്നെ ഇതെല്ലാം കൂടി ഇട്ടരച്ചതിന് ശേഷം തേങ്ങയിട്ട് അരച്ചെടുക്കാവുന്നതുമാണ്. അപ്പോൾ ഈ ഒരു ചമ്മന്തി നിങ്ങൾ ഉറപ്പായും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. പുതുതായിട്ട് ആരെങ്കിലും കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും എൻ്റെ നന്ദി സ്നേഹം അറിയിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.